ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നില്ല. വെക്കേഷൻ ടൈമാണ്, കുറേ ഫങ്ഷൻസും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒഴുകഴിവ് ഓരോ ദിവസവും സോറി പറയുന്നത് ശരിയല്ല. അപ്പം ഞാൻ സോറി ഒന്നും പറയണില്ല. എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ബേസിക്കായിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അറിയാവുന്നതാണ് എല്ലാവർക്കും, എങ്കിലും ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവർക്ക് കുറച്ചും കൂടെ പ്രയോജനകരമാവും. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ എന്നൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. കമ്പ്യൂട്ടർ എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ നിന്നും എന്താണ് ഡേറ്റ സ്വീകരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ നിന്നും ഡേറ്റ സ്വീകരിക്കുകയും അതെങ്ങനെയാണ് ഇൻപുട്ട് ഡിവൈസ് വഴിയാണ് ഡേറ്റ സ്വീകരിക്കുന്നത്. കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് വഴി ഡേറ്റ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കീബോർഡ്, മൗസ്, സ്കാനർ തുടങ്ങിയവയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. CPU പ്രോസസ്സ് ചെയ്യുകയും നമുക്ക് മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. CPU രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റ് എന്നും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തത് ജോൺ വോൺ ന്യൂമാനാണ്. ജോൺ വോൺ ന്യൂമാനാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നതും ജോൺ വോൺ ന്യൂമാനാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ജോൺ വോൺ ന്യൂമാനാണ്. ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻപുട്ട്, CPU, ഔട്ട്പുട്ട്, മെമ്മറി, ഈ ഒരു മോഡലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാതൃക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അലൻ ട്യൂറിംഗ് തന്നെയാണ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടറും ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതും അലൻ ട്യൂറിംഗ് ആണ്. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് എഡ്വേർഡ് റോബോട്ട്. എഡ്വേർഡ് റോബർട്ട് ആണ് ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സൈമർ ക്രേ ആണ്. സൈമർ ക്രേ ആണ് ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻഡൻ സർഫ്. വിൻഡൻ സർഫാണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് പി പട്കർ. വിജയ് പി പട്കർ. ഫാദർ ഓഫ് IT. ഫാദർ ഓഫ് IT ഏതാണ്? ക്ലൗഡ് ഷാനോൺ ആണ്. ക്ലൗഡ് ഷാനോൺ ആണ് ഫാദർ ഓഫ് IT. ഫാദർ ഓഫ് ഇന്ത്യൻ IT. ഫാദർ ഓഫ് ഇന്ത്യൻ IT രാജീവ് ഗാന്ധിയും ഫാദർ ഓഫ് IT ക്ലൗഡ് ഷാനോനുമാണ്. രണ്ടും കൂടെ തമ്മിൽ മാറിപ്പോകേണ്ട. അപ്പം നമുക്ക് കുറച്ച് MS Excel 2007 കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് MS Excel 2007. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് MS Excel 2007. ഓഫീസുകളിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ന്യൂമറിക്കൽ അനലൈസിസ്, ചാർട്ടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് എക്സൽ ഉപയോഗിക്കുന്നത്. പിന്നെ നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ളവയും എന്താണ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. 1987 ഇത് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന വേറെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി
പഠിച്ചാൽ മതി. അതൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ട. എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഗൂഗിൾ ഷീറ്റ് ഓൺലൈൻ ഫ്രീ ആണ്, അറിയാലോ. ഓപ്പൺ ഓഫീസ് കാൽക്ക് അത് ലിനക്സ് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. അതേപോലെ തന്നെ ആപ്പിൾ ഐ വർക്ക് നമ്പേഴ്സ് അത് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതേപോലെ തന്നെ ലോട്ടസ് 1 2 3 പിന്നെ വിസ്കൽക്ക് ജീനോമറിക്ക് അങ്ങനെ തുടങ്ങിയ കുറേ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. സ്പ്രെഡ്ഷീറ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന വേറെ സോഫ്റ്റ്വെയർ ആണ് ഇതൊക്കെ. അടുത്തത് എക്സൽ ഫയൽ സേവ് ചെയ്യുന്ന ഫോർമാറ്റ്. എക്സലിൽ ഫയൽ സേവ് ചെയ്യുന്ന ഫോർമാറ്റ് .xls .xls ആണ് കേട്ടോ. എസ് പിന്നെ എന്താണ് .xls കഴിഞ്ഞിട്ട് ഒരു എക്സും കൂടെ ഉണ്ട്. അങ്ങനെയാണ് എക്സലിൽ ഫയൽ സേവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. പിന്നെ എക്സൽ റോസ് എന്ന് പറഞ്ഞാൽ താഴോട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുന്നതാണ് റോസ്. കോളംസ് എക്സിൽ കോളംസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ABCDEF എന്നുള്ള ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകണ്ട. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റോസ് ഏതാണ് കോളംസ് ഏതാണെന്നൊക്കെ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് 1 2 3 നമ്പേഴ്സ് വരുന്നത് റോസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരുന്നത്. മുകളിൽ നിന്ന് 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതി വരുന്ന ആ നമ്പർ എന്താണ്, അതാണ് റോസ്. കോളംസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ABCD എഴുതി പോകുന്ന അതാണ് കോളംസ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്ന സോഫ്റ്റ്വെയർ കാൽക്കുലേഷൻ എന്താണ് ക്വിക്ക്ലി ആൻഡ് ഈസിലി ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ MS Excel അത് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് അറിയാലോ. അതേപോലെ തന്നെ കാൽക്ക് എന്ന് പറയുന്നത് ലിനക്സ് ആണ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. MS Excel വിൻഡോസും കാൽക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എക്സലിന് നമ്മൾ സെല്ലെന്ന് അറിയാലോ. സെല്ലെന്ന് വിളിക്കുന്നത് എന്താണ്, ആ ഒരു സെല്ല് എന്താണെന്നൊക്കെ അറിയാലോ. ഒന്നിലധികം സെല്ലിനെ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നിലധികം സെല്ലിനെ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ് സെൽ റേഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. കോളൻ ഉപയോഗിച്ചാണ് സെൽ റേഞ്ച് മെൻഷൻ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പണ്ടേ തൊട്ട് പഠിച്ചിട്ടുണ്ടാവും, അറിയായിരിക്കും. അത് ഏകദേശം അറിയാലോ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ A3 പിന്നെ ആ ഒരു റേഞ്ച് എഴുതുക A3 സെമിക്കോളൻ A8 ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ്, കോളൻ ഉപയോഗിച്ചിട്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും A3 A8. പിന്നെ ഡേറ്റകളുടെ കൂട്ടത്തെ വിളിക്കുന്നതാണ് ഡേറ്റാ ബേസ് എന്ന് വിളിക്കും. ഡേറ്റകളുടെ കൂട്ടത്തെ വിളിക്കുന്നതാണ് ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ MS Excel 2007 ടോട്ടൽ റോസ് എത്രയാണെന്ന് ചോദിച്ചാൽ 10,48,576 10,48,576 ആണ് ടോട്ടൽ റോസ് എന്ന് പറയുന്നത്. കോളംസ് എന്ന് പറയുന്നത് 16,384 16,384. ഇതിന് അങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക. ഓപ്ഷനിലൊക്കെ ചിലപ്പോൾ നമ്പേഴ്സ് ജസ്റ്റ് തരാനായിട്ട് സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പിന്നെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ ABCD ഞാൻ പറഞ്ഞു, കോളംസും റോസും ഒക്കെ ചേർത്തിട്ട് പറയുന്നതാണ്. ഇപ്പോൾ 5ാമത്തെ ആണെങ്കിൽ C5 അല്ലെങ്കിൽ B5 ഏത് സെല്ലാണോ അതിൻ്റെ എത്രാമത്തെയാണെന്ന് നോക്കി പറയുന്നതാണ് സെൽ അഡ്രസ്സ് എന്നൊക്കെ. അതൊക്കെ അറിയായിരിക്കുമല്ലോ. ആക്റ്റീസിലിനെ പറയുന്നത് ഫോർമുല ബാർ അല്ലെങ്കിൽ നെയിം ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ 2003 ഫോർമുല ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2003 ഫോർമുല ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെയിം ബോക്സ് എന്നത് സ്പെസിഫിക്കലി 2007 വരുന്നത്. 2007 നെയിം ബോക്സ് എന്നൊക്കെ വരുന്നത്. 2003 വരെ എന്താണ് ഫോർമുല ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും അവസാനത്തെ കോളത്തിൻ്റെ പേര് അതിന് XFD എന്ന് പറയുന്നത്. XFD എന്നാണ് കേട്ടോ പറയുന്നത്. XFD ഏറ്റവും അവസാനത്തെ റോയുടെ നമ്പറാണ് 10,48,576 എന്ന് പറയുന്നത്. 10,48,576. ആക്റ്റീവ്
സെൽ ഡിസ്പ്ലേസ് ഇൻ എവിടെയാണ് ആക്റ്റീവ് സെല്ല് ഒക്കെ കിടക്കുന്നത് നെയിം ബോക്സിലാണ് അല്ലേ. നെയിം ബോക്സിലാണ് ആക്റ്റീവ് സെല്ല് കിടക്കുന്നത്. മാക്സിമം ലിമിറ്റ് MS Excel 2007. അപ്പം MS Excelലെ മാക്സിമം ലിമിറ്റ് എത്രയാണ്? കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 255 അഥവാ 2302 പിക്സൽ എന്ന് പറയും. റോഡ് ഹെയ്റ്റ് എന്ന് പറയുന്നത് 408.6 അഥവാ 409 പോയിൻ്റ് അല്ലെങ്കിൽ 681 പിക്സൽസ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കോളം വിട്ട് 255 അല്ലെങ്കിൽ 2302 പിക്സൽ എന്ന് പറയും. സാധാരണ പോയിൻ്റ് എന്നാണ് പറയുന്നത് 255 പോയിൻ്റ് അഥവാ അല്ലെങ്കിൽ 2302 പിക്സൽ. റോ ഹൈറ്റ് എന്ന് പറയുന്നത് 408.6 അല്ലെങ്കിൽ 409 പോയിൻ്റ് അല്ലെങ്കിൽ 681 പിക്സൽ എന്ന് പറയാറുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് ഇൻ ഹെഡർ ആൻഡ് ഫൂഡ് 255 ക്യാരക്ടേഴ്സ് ഇൻ ഹെഡർ ആൻഡ് ഫൂഡ് 255. സൂം റേഞ്ച് എന്ന് പറയുന്നത് 400 സൂം റേഞ്ച് എപ്പോഴാണ്? സൂം റേഞ്ച് എന്ന് 400 2007 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സൂം റേഞ്ച് 400. മിനിമം സൂം എന്ന് പറയുന്നത് 10. ഡിഫോൾട്ട് സൂം എന്ന് പറയുന്നത് 100. അതുപോലെ തന്നെ എക്സലിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന ഡേറ്റ് എന്ന് എന്താണ്? എക്സലിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 1999 1999 എക്സലിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന ഡേറ്റ്. ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഓർത്ത് വെക്കുക കേട്ടോ. ഏതെങ്കിലും രീതിയിൽ എക്സാമിന് വന്നാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ്. അത്രയ്ക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ.